ഓം ശാന്തി. ഞാൻ സ്വയം തന്നെ ദിവ്യനേത്രത്തിലൂടെ കാണുകയാണ്. ഞാൻ ജ്യോതി സ്വരൂപാത്മാ, സുപ്രീം ജ്യോതി പരമാത്മാ ശിവബാബയുടെ കുട്ടിയാണ്. ഞാൻ ബാബയുടെ പ്രിയപ്പെട്ട കുട്ടിയാണ്. സദാ ബാപ്ദാദയുടെ കൂട്ടുകെട്ട് പരിപാലിക്കുന്ന സത്യമായ കൂട്ടുകാരനാകുന്നു. സദാ ബാപ്ദാദയുടെ കൂടെയിരിക്കുന്നു. ഓരോ കർമ്മത്തിലും സങ്കല്പത്തിലും ബാബ കൂടെ ഉണ്ടാകുന്നു. ഓരോ ചുവടിലും ചുവട് വെച്ച് ഞാൻ മുന്നോട്ട് പോകുന്നു. ഞാൻ ബാബയുടെ സത്യമായ സാക്ഷിയാണ്. ഇപ്പോൾ ഒരു ചുവട് പോലും വന്മതമനുസരിച്ചോ പരമതമനുസരിച്ചോ അല്ല. ഓരോ ചുവടും ശ്രീമതമനുസരിക്കുന്നു. ഞാൻ സദാ ബാബയുടെ കൂട്ടുകെട്ട് പാലിക്കുന്നു. സർവശ്രേഷ്ഠ സാക്ഷിയുടെ കൂട്ടുകെട്ട് വെക്കുന്നത് തന്നെ സഹജമാണ്. കേവലം ചുവടിൽ ചുവട് വെച്ച് നടക്കണം. ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബാബയുടെ ചുവട് എങ്ങോട്ടാണോ അതാണ് ശ്രേഷ്ഠമായ വഴി. ഞാൻ ഓരോ ചുവടിലും ഫോളോ ഫാദർ ചെയ്യുന്ന ശ്രേഷ്ഠാത്മാവാണ്. ഓരോ സങ്കല്പത്തിലും സുപ്രീം സാക്ഷി ബാബ കൂടെയുണ്ടെന്ന് അനുഭവം ചെയ്യുന്നു. ഒരു സാക്ഷിയോട് പ്രീതി വയ്ക്കുന്ന ശ്രേഷ്ഠ ഭാഗ്യവാൻ വിശേഷ ആത്മാവാണ് ഞാൻ. ഇപ്പോൾ സ്വയം ഭാഗ്യവിധാത എൻ്റേതായി, എൻ്റെ പിതാവായി. അപ്പോൾ എൻ്റെ ഭാഗ്യത്തിൽ യാതൊരു കുറവുമുണ്ടാകില്ല. ഞാൻ സദാ ഫോളോ ഫാദർ ചെയ്ത് ബാബയുടെ കൂട്ടിൻ്റെ അനുഭവം ചെയ്യുന്നു. മുഴുവൻ ലോകത്തിനും ശാന്തി കൊടുക്കുന്ന ബാബയെ അല്ലയോ ശാന്തി ദേവ എന്ന് വിളിക്കുന്നു. ബാബയ്ക്ക് സമാനം പാവനമാകുന്നവർ ബാബയെ ഫോളോ ചെയ്യുന്നു, പൂർണ്ണമായും അനുകരിക്കുന്നു. പക്കയായ പ്രിയതമയായി മാറിയവർ പ്രിയതമനെ അനുകരിക്കുന്നു. അങ്ങനെയുള്ള പ്രിയതമകളെ പ്രിയതമൻ കൂടെ കൊണ്ടുപോകുന്നു. ബാബ സ്നേഹസാഗരമാണ്, പതിത പാവനനാണ്, നിരാകാരനാണ്, ശാന്തസ്വരൂപമാണ്. ഞാൻ ആത്മാവും ശാന്തസ്വരൂപമാണ്. ബാബ സർവരുടെയും സദ്ഗതിദാതാവുമാണ്. ശിവബാബയെ പൂർണ്ണമായും അനുകരിക്കുന്നു. ബാബ പറയുന്നു, എന്നെ അനുകരിക്കൂ എങ്കിൽ പാവനമായ ലോകത്തേക്ക് ഞാൻ കൂടെ കൊണ്ടുപോകും. ബാബ കൽപ്പകൽപ്പം കൂടെ കൊണ്ടുപോകും. പിന്നീട് ശക്തിയുഗത്തിൽ വളരെ സുഖം അനുഭവിക്കും. ഡ്രാമ അനുസരിച്ച് കുട്ടികൾ ദുഃഖിതരാകുമ്പോൾ ബാബ വീണ്ടും വരുന്നു, സമ്പത്ത് നൽകുന്നു. ബാബ പറയുന്നു, എന്നെ ഫോളോ ചെയ്യൂ. ബാബ സ്നേഹിയിലും സ്നേഹിയാണ്,
അതുപോലെ സ്നേഹിയാകണം. ബാബയ്ക്ക് സമാനം പാവനമായി പൂർണ്ണമായും ബാബയെ അനുകരിക്കുന്നു. ബാബയോടൊപ്പം ശാന്തിധാമ വീട്ടിലേക്ക് പോകാൻ തീർച്ചയായും പാവനമാകണം. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. നിർബല ആത്മാക്കളിൽ ശക്തിയുടെ ഫോഴ്സ് നിറക്കുന്ന ജ്ഞാനദാതാക്കളും വരദാതാക്കളുമാകുന്നു. ജ്ഞാനദാതാവിനൊപ്പം ശക്തികളുടെയും വരദാതാവായി മാറുന്നു. രചയിതാവിൻ്റെ പ്രഭാവം രചനയിലേക്കും വരും. അതിനാൽ വരദാനിയായി തൻ്റെ രചനകൾക്ക് സർവശക്തികളുടെയും വരദാനം നൽകുന്നു. ഇപ്പോൾ ഈ സർവീസിൻ്റെ ആവശ്യമാണുള്ളത്. സാക്ഷിയായി ഓരോ കളികളെയും കാണുകയാണെങ്കിൽ സുരക്ഷിതമായിരിക്കാനാകും. അപ്പോൾ സന്തോഷമുണ്ടാകും. ഓം ശാന്തി.